ഉത്തർപ്രദേശിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വലിയ തീപിടുത്തം പുക ഒക്കെ കണ്ടു. പക്ഷെ വലിയ വാർത്തയൊന്നും ആയില്ല. ഒരു ചെറിയ പ്രശ്നമുണ്ട്, അത് ഉത്തർപ്രദേശിലല്ല കേരളത്തിലായതുകൊണ്ടായിരിക്കാം അല്ലേ? അങ്ങനെയാണ് സാറ് കരുതുന്നത്? അല്ല, അതൊരു ചോദ്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഇതൊക്കെ ഈ ഇതുവരെ ഉണ്ടായിരുന്ന ധാരണ ഇതൊക്കെ ഉത്തർപ്രദേശിലോ അതല്ലെങ്കിൽ ബീഹാറിലോ ഒക്കെ നടക്കുന്ന സംഭവങ്ങളായിട്ടായിരുന്നു നമ്മൾ ഈ മാധ്യമങ്ങളിലൂടെ കണ്ടിരുന്ന സംഗതി. ഇതിപ്പോൾ കോഴിക്കോട് നടന്നതിൻ്റെ സംഗതി ഈ UPS റൂമിലെ ഷോർട്ട് സർക്യൂട്ടാണ് എന്താണെന്ന് അറിയില്ല, പൊട്ടിത്തെറിച്ചു, 4 പേര് മരിച്ചു. കനത്ത പുക. അതിന് മരണകാരണം ഇനി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നില്ലെന്നാണ് മന്ത്രി പറയുന്നത്. പക്ഷേ ഇത് നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ട സംഗതി, ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കുറേ സംഭവങ്ങളുണ്ടായി. അവിടെ ഒരു ലിഫ്റ്റിനകത്തൊരു രോഗി എത്ര മണിക്കൂർ, 42 മണിക്കൂർ കുടുങ്ങിക്കിടന്നു. അതോടൊപ്പം തന്നെ അവിടെ ഈ ബയോപ്സിക്ക് അയച്ച ഒരു സാമ്പിൾ മാറി മറ്റേ ആക്രിക്കാരൻ്റെ അടുത്തുകൊണ്ട് പോയി അല്ലേ? അതെ. അതേപോലെ കുറേ സംഭവങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇങ്ങനെ നമുക്ക് ഈ കഴിഞ്ഞ ഒരു 1-2 വർഷത്തിനിടയ്ക്ക് നമുക്ക് കേൾക്കാനിടയായി. ഇപ്പം ഈ ഒരു സംഭവം ഉണ്ടായി. ഇതിൽ നിന്ന് എന്താ കാണുന്നത്, നമ്മൾ മൊത്തത്തിൽ കാണുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞാൽ ലോകത്തിന് മാതൃകയായ ആരോഗ്യ മേഖല എന്നാണ് കേരളത്തെക്കുറിച്ച് ഇടതു മുന്നണിക്കാർ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. മാത്രമല്ല, കേരളത്തിലെ ഒരു കാലത്തെ വടക്കൻ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ആശുപത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. കേരളത്തിൻ്റെ ഈ പറഞ്ഞതുപോലെ ഏറ്റവും ഈ ആരോഗ്യ രംഗത്തെ അല്ലെങ്കിൽ ചികിത്സാ രംഗത്തെ ഏറ്റവും വലിയ 2 സ്തൂപങ്ങളായിരുന്നു സാർ. അതെ. അപ്പോൾ ഇവിടെ ഈ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ കാണുന്ന സാധനം, അപ്പം ഞാനിപ്പോൾ ഒരു താരതമ്യം ചെയ്യുന്നത് ശരിയല്ല ഒരു 2 വ്യക്തികൾ എങ്കിൽ പോലും, ശൈലജ ടീച്ചർ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് അവരുടെ പ്രവർത്തനത്തിൽ നമ്മൾ അവരുടെ ഒരു പബ്ലിക് അപ്പിയറൻസിൽ പറയുന്ന ഓരോ കാര്യങ്ങൾ പറയുന്നതിൻ്റെ അടുക്ക് കാണുമ്പോൾ നമുക്കറിയാം അവർ ഓരോ വിഷയങ്ങൾ അതിനെ അടുക്കി മനസ്സിലാക്കിയിട്ട് അവരുടെ ഭരണം എന്തൊക്കെയാണ് അവരുടെ ഭരണത്തിൻ്റെ കീഴിൽ വരുന്നത്, അതിന് ഓരോന്ന് വ്യക്തമായിട്ട് അടുക്കോടെ അവർ കാണുകയും അതിൽ ഓരോന്നിലും ശ്രദ്ധിക്കുകയും അതിൽ ഓരോ രംഗത്തുള്ളവരുടെ അവരുടെ വിദഗ്ധർ പറയുന്നത് കേൾക്കുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടായിരുന്നു. കേൾക്കുക മാത്രമല്ല, അവർ പഠിക്കുകയും ചെയ്യുമായിരുന്നു. ആ പഠനത്തിൻ്റെ ലക്ഷണമായിരുന്നു അവർ നമ്മുടെ അടുത്ത് വിശദീകരിക്കുമ്പോഴത്തേക്ക് അവർക്ക് അറിയാൻ വയ്യാത്ത വിഷയമാണെങ്കിൽ പഠിച്ചിട്ട് പറയുമ്പോൾ നമുക്കത് വളരെ സ്വീകാര്യമായിട്ട് തോന്നുകയും, ആരെങ്കിലും ഒരു വിഷയം ചൂണ്ടിക്കാട്ടിക്കഴിഞ്ഞാൽ, ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിൽ ശൈലജ ടീച്ചറുടെ പെരുമാറ്റം എല്ലാ CPM കാരണമൊക്കെ തന്നെയാണ്. പക്ഷേ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയായ സമയത്ത് ഒരു സ്ത്രൈണമായ ഒരു ക്രിയേറ്റിവിറ്റി അവരിലത് കാണാൻ കഴിയുമായിരുന്നു. നമ്മൾ ശരിക്കും കണ്ടത് നിപ്പ എന്ന് പറയുന്ന ഒരു രോഗം ആദ്യമായിട്ട് വന്നപ്പോൾ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് അവർ മാധ്യമങ്ങളുണ്ട്. അപ്പോൾ അവർ വളരെ പേടിപ്പെടുത്താതെ കാര്യങ്ങൾ, മാത്രം ഓരോ വ്യക്തിയെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ശൈലജ ടീച്ചർ ശ്രദ്ധിക്കുമായിരുന്നു ഏത് വിഷയത്തിന്. അപ്പോൾ ഒരു ഭരണത്തിൽ ഇരിക്കുന്ന സമയത്ത് ഏത് വകുപ്പാണോ ഭരിക്കുന്നത് ആ വകുപ്പിനൊരു നിലവിലൊരു അവസ്ഥയുണ്ടാവും. ആ നിലവിലുള്ള അവസ്ഥ അതേപടി നിലനിർത്തിക്കൊണ്ട് അത് റൺ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഗതി. കാര്യം നിലനിൽപ്പുണ്ടെങ്കിൽ മാത്രമല്ല, നിൽക്കുന്നെങ്കിൽ മാത്രമല്ല അവന് നടക്കാനും ഓടാനും പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ ഈ നിൽപ്പ് അവിടെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടത്. അവിടെയാണ് ഈ ഭരണത്തിൻ്റെ ഒരു കഴിവ് വരുന്നത്. അപ്പോൾ അത് ആ നിലവിലുള്ള അവസ്ഥയെ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഓരോ അതിനാണല്ലോ ഈ വകുപ്പ് മേധാവികളും അവരുടെ കീഴിലുള്ള ഒരു ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സും ഒക്കെ. അപ്പോൾ അതിൻ്റെ ഈ മേധാവികൾ വിളിച്ചിട്ട് അതിൻ്റെ ഓരോ അവസ്ഥ എങ്ങനെ ഇരിക്കുന്നു, ഇപ്പോൾ മെയിൻ്റനൻസിൻ്റെ എങ്ങനെയുണ്ട്. ഉദാഹരണത്തിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവിടെ ലിഫ്റ്റിൻ്റെ കാര്യം അറ്റൻഡ് ചെയ്യുന്ന ആരാണ് പീരിയോഡിക്കലായിട്ട് അത് ഇൻസ്പെക്ഷൻ നടത്തുന്നത്. ഒരു ലിഫ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ രോഗികൾ കയറി ഇറങ്ങി ചെയ്യുന്ന ലിഫ്റ്റാണ് അല്ലേ? അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ അവിടെ ഇത് പീരിയോഡിക്കലായിട്ട് എല്ലാ ദിവസവും അത് ചെക്ക് ചെയ്യേണ്ട, ഇൻസ്പെക്ഷൻ നടത്തേണ്ട ആവശ്യമുണ്ടോ? ഉദാഹരണത്തിന് ഒന്നും വേണ്ട, ഇപ്പോഴത്തെ ഈ പുതിയ നമ്മളുടെ ഈ ചില ഓഫീസുകളിൽ ചെന്നാൽ അറിയാമല്ലോ, ഈ ഫെസിലിറ്റി സ്റ്റാഫുണ്ട്, അവർ എത്ര തവണ ബാത്റൂമിൽ കയറി ക്ലീൻ ചെയ്തു എന്നുള്ള സാധനം അവിടെ കുറിച്ചിട്ടുണ്ട്. അതെ, മനസ്സിലായി. സ്വകാര്യ മേഖല നമ്മൾ ഈ ഒരുപാട് തെറി വിളിക്കുമല്ലോ. പക്ഷെ അവിടെ എഴുതിയിടും, രാവിലെ അവർ ഇത്ര മണിക്ക് വന്നു, ഇത്ര മണിക്ക് ക്ലീൻ ചെയ്തു, ഇത്ര മണിക്ക്. അതൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ടത് ആ വകുപ്പിന്റെ അത് ചുമതലക്കാരനുണ്ടാവും. ആ ചുമതലക്കാരനെ വാച്ച് ചെയ്യാൻ സൂപ്പർവൈസറി സ്റ്റാഫും ഉണ്ടാവും അല്ലേ? അപ്പൊ ഈ രീതിയിലുള്ള ഒരു സംവിധാനത്തെ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ഈസിയുള്ള കാര്യമല്ല. അത് നിതാന്തമായ ജാഗ്രത വേണം. അതിലാണ് ഈ മീറ്റിങ്ങുകളും മറ്റു കാര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ മന്ത്രിക്ക് ഒരുക്കി കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പൊ ആ രീതിയിലുള്ള ഒരു ഗവേണൻസ് എന്നൊരു സാധനം, ഒരു ഗവൺമെന്റിന്റെ പ്രാഥമികമായ ജോലി എന്ന് പറയുന്നത് ഗവേണൻസ് ആണ്. അത് മാത്രമാണ്
ആ ഗവേണൻസിലൂടെ സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ജനങ്ങളുടെ ഈ സർഗശേഷി ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഈ പറഞ്ഞതുപോലെ റെഗുലേറ്ററി മെഷേഴ്സ്, നിയന്ത്രണങ്ങളുണ്ടല്ലോ, അതെല്ലാം നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നടപ്പിലാക്കുന്നുണ്ടോ ഇല്ലയോ നോക്കുക. ഈ ഒരു ഗവേണൻസ് എന്നൊരു സാധനമാണ് ഒരു ഗവൺമെന്റിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ കർത്തവ്യം എന്ന് പറയുന്നത്. ആ ഗവേണൻസ് പൊതുവിൽ ഈ സർക്കാരിനില്ല. അത് ഏറ്റവും കുറവ് കാണുന്നത് ദൗർഭാഗ്യകരം പറയട്ടെ ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള വകുപ്പിലാണ്. ഉദാഹരണത്തിന് ആരോഗ്യവകുപ്പ് മന്ത്രി ഈ കോഴിക്കോട് സംഭവം ഉണ്ടായി, ഇത്ര പേര് മരിച്ചു, കുറേ പേര് മറ്റേ ആശുപത്രിയിലേക്ക് മാറ്റി, ചില സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇപ്പോൾ ചാനലുകളിലൊക്കെ പറയുന്നു സ്വകാര്യ ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ചെയ്തവരുടെ ചെലവ് ആര് വഹിക്കും എന്നുള്ളതിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അവിടെയൊക്കെ മന്ത്രി വേറൊരാളോട് ആലോചിക്കേണ്ട ആവശ്യമില്ല. ആ സ്വകാര്യ ആശുപത്രി, കാരണം അവിടുത്തെ രോഗിയെ ഒരു രോഗി ഈ പൊട്ടിത്തെറിയുടെ പശ്ചാത്തലത്തിൽ ഒരു സ്വകാര്യ സംവിധാനത്തിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ടോ എങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഗവൺമെൻറ്റാണ്, അല്ലേ? അതെ. അപ്പൊ ഗവൺമെന്റ് അവിടെ വേറെ ആരോടോ മുഖ്യമന്ത്രിയുടെ അനുവാദം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഗവൺമെന്റ് സ്വന്തം നിലയിൽ എന്ത് ട്രീറ്റ്മെന്റ് ആണെങ്കിലും, എത്ര തന്നെ വിലപിടിപ്പുള്ള ട്രീറ്റ്മെന്റ് ആണെങ്കിലും അതിന്റെ ഉത്തരവാദിത്വം ഗവൺമെന്റ് ഏറ്റെടുക്കുകയും അതിന്റെ ചെലവ് ഗവൺമെന്റ് ഏറ്റെടുക്കുകയും ചെയ്യുമെന്ന് ധൈര്യപൂർവ്വം പറയണമായിരുന്നു. അത്ര ഒരു പറച്ചിലൊക്കെ അങ്ങനെയൊക്കെയുള്ളൊരു വരുമ്പോഴത്തേക്കാണ് നമുക്കൊരു ഗവേണൻസ് നാട്ടിലുണ്ടെന്നും ഒരു ഗവൺമെന്റ് ഉണ്ടെന്നുള്ളൊരു പൊതുധാരണ സമൂഹത്തിനുണ്ടാവുക, അല്ലേ? മറിച്ച് നമ്മളുടെ മന്ത്രിമാരൊക്കെ വന്നിരിക്കുന്നത് ഡിഫെൻഡ് ചെയ്യാനായിട്ടാണ് വരുന്നത്. ഞങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല. പൊട്ടിത്തെറി ഉണ്ട്, ഷോർട്ട് സർക്യൂട്ടിന്റെ പ്രശ്നമാണ്. യെസ്, ഇലക്ട്രിസിറ്റി ഉള്ളിടത്ത് എല്ലായിടത്തും ഷോർട്ട് സർക്യൂട്ടിന് സാധ്യതയുണ്ട്, അല്ലേ? അതെ. മനുഷ്യന് ആരോഗ്യമുള്ളതുകൊണ്ടാണല്ലോ അസുഖം ഉണ്ടാവുന്നത്. അതെ. അതുകൊണ്ടാണല്ലോ ആശുപത്രി ഉണ്ടാക്കിയിരുന്നത്, അല്ലേ? അതെ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഇലക്ട്രിസിറ്റി പ്രവർത്തിക്കുന്ന സമയത്ത് പല ഘടകങ്ങൾ കൊണ്ട് ഇത് ഷോർട്ട് സർക്യൂട്ടിനും ഡിസ്ഫങ്ഷനും പിന്നെ കേടുപാടുകളും ഔട്ടേജ് ഒക്കെ സംഭവിക്കും. അത് സ്വാഭാവികമാണത്, അല്ലേ? അതെ. അതൊരു ഭൗതിക ശാസ്ത്ര നിയമമാണത്. അപ്പൊ അത് കൃത്യമായിട്ട് ഓരോ ഭാഗങ്ങളും അറ്റൻഡ് ചെയ്യാനുള്ള സംവിധാനം കൃത്യമായിട്ട് ആ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ UPSന്റെ പൊസിഷൻ എങ്ങനെയെന്നുള്ളത് ചെക്ക് ചെയ്യണ്ടേ? എത്ര തവണ ഒരു വ്യക്തി ചെക്ക് ചെയ്യും, അല്ലേ? അതെ. ഇതിപ്പോ ഒരു വകുപ്പ് മേധാവിയുടെ വിളിച്ച് മന്ത്രി ചോദിക്കണം, എങ്ങനെയായിരുന്നു നിങ്ങളുടെ അവിടുത്തെ ഈ പിന്നെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ എങ്ങനെയായിരുന്നു? UPS എത്ര തവണ പിന്നെ അതിന്റെ ബന്ധപ്പെട്ട സാങ്കേതിക വിദഗ്ധൻ പോയി പരിശോധിക്കും? ഇതിന്റെ വയറിങ് എത്രമാത്രം പരിശോധിക്കും? എത്ര വർഷം പഴക്കമുള്ളതാണ് അതിന്റെ വയറിങ്? എത്ര വർഷം കഴിഞ്ഞ് അത് മാറ്റേണ്ടതാണ്? എന്തെല്ലാം ഘടകങ്ങളാണ് അവിടെ ചെക്ക് ചെയ്യേണ്ടത്? എന്തെല്ലാം ചെക്ക് പോയിന്റ്സ് ആണുള്ളത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു വകുപ്പ് മേധാവി എടുത്ത് ചോദിക്കുമ്പോൾ വകുപ്പ് മേധാവി അറിഞ്ഞിരിക്കണം, വേണ്ടേ? അപ്പൊ ഇതൊക്കെയാണ് ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗവേണൻസ് കൃത്യമായിട്ട് നടത്തിയെങ്കിൽ മാത്രമേ സംഗതികൾ സ്മൂത്തായിട്ട് ഓടത്തുള്ളൂ. സ്മൂത്തായിട്ട് ഓടുന്ന സമയത്ത് നമുക്ക് തോന്നും ഈ ഗവൺമെന്റ് കാര്യമായിട്ടൊന്നും ഈ മന്ത്രി ഒന്നും ചെയ്യുന്നില്ല എന്ന് തോന്നും. അല്ലെങ്കിൽ ചികിത്സാ രംഗത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥയാണെങ്കിൽ ഏറ്റവും നല്ലൊരു പിന്നെ ഭരണമാണ് അവിടെ കാഴ്ചവെക്കുന്നത്. മറിച്ച് വല്ല ഗിമ്മിക്കുകളൊക്കെ കാണിച്ചിട്ട് ഈ ചില ജില്ലാ കളക്ടർമാർ വന്നിട്ട് ചില നമ്പറുകളൊക്കെ കാണിക്കും. ചിലപ്പോൾ ട്രൗസറൊക്കെ എടുത്തിട്ടിട്ട് മറ്റേ ഇതൊക്കെ എടുത്തിട്ട് റോഡ് വൃത്തിയാക്കാൻ, കുളം വൃത്തിയാക്കാൻ ഇറങ്ങും, മനസ്സിലായില്ലേ? അപ്പൊ മാധ്യമങ്ങളിലൊക്കെ ചിത്രം വരും, ഇദ്ദേഹം വലിയ സംഭവമാണെന്ന് ജനം അറിയും. പക്ഷെ അതിനേക്കാൾ ഉപരി ആ ജില്ലയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടും ഒക്കെ ഇത് മുമ്പോട്ട് പോകുന്ന, ചിലപ്പോൾ അവർ യാതൊരു വിധമായിട്ടുള്ള ബാഹ്യമായ ചലനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നില്ല. പക്ഷെ അവരെ മാധ്യമങ്ങളും കാണാതെ വരും. മനസ്സിലായില്ലേ? മാധ്യമങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നമ്പറുകൾ വേണമല്ലോ. കാരണം നമ്മൾ ഈ പൈങ്കിളി ജേർണലിസം ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണത്. അപ്പൊ ഇതേപോലെ ഈ മന്ത്രിമാർ എന്തെങ്കിലും ഒരു പുതിയ പദ്ധതികളൊക്കെ ഇട്ട് ആവിഷ്കരിച്ച് പേര് കിട്ടുക എന്നുള്ള അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് തങ്ങൾക്ക് എങ്ങനെ രാഷ്ട്രീയമായ നേട്ടം ഉണ്ടാക്കാം, തങ്ങൾക്ക് എങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കാം. ഈ ഫോക്കസ് മാറിയിട്ട് തൻ്റെ വകുപ്പ് ഈ ചികിത്സാ രംഗമാണെന്നും ആ ചികിത്സാ രംഗത്തിന് ഇന്ന സംവിധാനങ്ങൾ കൃത്യമായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും ഇന്നിടത്തൊക്കെ പാളിച്ചകൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അത് നികത്തണമെന്നും എന്തൊക്കെയാണ് പോരായ്മയുള്ളത്. ഉദാഹരണത്തിന് ഇവിടുത്തെ കോഴിക്കോട് ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിലെ അവിടുത്തെ സ്റ്റാഫ് എന്ന് പറയുകയാണ്, ഞങ്ങളുടെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ഇത്ര പേര് സ്റ്റാഫില്ല. ആവശ്യമുള്ള സ്ഥലത്തേക്ക് നമ്മൾ എന്ത് തന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവിടെ കൃത്യമായിട്ട് അപ്പോയിൻമെന്റ് നടത്തിയിരിക്കണം. അവിടെ കൃത്യമായ സ്റ്റാഫില്ല, അതല്ലെങ്കിൽ ഇന്ന സംവിധാനമില്ല എന്ന് പറയാൻ ഇടവരരുത്. കാര്യം ഏറ്റവും അത്യാവശ്യമുള്ള സംഗതികളാണ് അതൊക്കെ, അല്ലേ? ഇപ്പം നമ്മുടെ മന്ത്രിമാരൊക്കെ ഇപ്പം ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് എത്രയോ ലക്ഷങ്ങൾ വേണമെങ്കിലും സർക്കാർ കൊടുക്കുന്നുണ്ട്.
കണ്ണാടി വാങ്ങിക്കാൻ കാശ് കൊടുക്കുന്നുണ്ട് അല്ലേ? അതെ. അപ്പോൾ ഈ രീതിയിൽ അത്രയെങ്കിലും പ്രാധാന്യം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള ആവശ്യകതകൾക്ക് കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ അതാണ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഇപ്പം അടിയന്തരമായിട്ട് ഇപ്പം ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമുള്ള പിന്നെ ശസ്ത്രക്രിയ വിദഗ്ധർ, ഡോക്ടർമാർ ഒരാശുപത്രിയിൽ ആവശ്യമല്ലേ അല്ലേ? അപ്പൊ അതിനാവശ്യമുള്ളവരെ അവിടെ നമ്മളെ നിയമിക്കാൻ ബാധ്യസ്ഥരാവണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇപ്പം അപ്പോയിന്റ്മെന്റ്സ് ആണെങ്കിലും അതേപോലെ തന്നെ ഫെസിലിറ്റീസ് അവൈലബിൾ ആക്കുന്ന രീതിയിലാണെങ്കിലും അവിടെയൊക്കെ പ്രയോറിറ്റി ഫിക്സ് ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെയാണ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഈ ഗവേണൻസ് ഇത് വളരെ വ്യക്തമായിട്ട് ഈ ശൈലജ ടീച്ചർ ഒരു ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ ഒരു പ്രകടമാക്കിയിരുന്നു. അത് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോലും അത് റിഫ്ലക്റ്റ് ചെയ്തിരുന്നു. മനസ്സിലായില്ലേ? ഒരു അവിടേക്കാണ് ഒരു ഭരണാധികാരിയുടെ ഒരു മികവ് അറിയുന്നത്. അപ്പൊ നിലവിലെ ആരോഗ്യമന്ത്രിക്ക് പലയിടത്തും പിഴവ് പറ്റുമെന്നും ഇനി വേണമെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സംരക്ഷിക്കില്ല എന്നും വേണമെങ്കിൽ കരുതാൻ പറ്റുമോ? അതെനിക്ക് തോന്നുന്നില്ല സാധനം. കാരണം ഇങ്ങനെയുള്ള ഒരു മന്ത്രിയാണ് മുഖ്യമന്ത്രിക്ക് ആവശ്യം. മനസ്സിലായില്ലേ? അതുകൊണ്ടാണല്ലോ ഇപ്പം ശൈലജ ടീച്ചറിന് ഒരു ലെവൽ കഴിഞ്ഞപ്പോഴത്തേക്ക്, കഴിഞ്ഞ ഒന്നാം മന്ത്രിസഭയിൽ ഒരു ലെവൽ കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി ഇത് അപകടമാണെന്ന് മനസ്സിലാക്കി ശൈലജ ടീച്ചറിനെ പതുക്കെ അങ്ങോട്ട് മാറ്റി കണ്ടതല്ലേ? അവർ വളരെ കൃത്യമായിട്ട് അവർ ഹൈലി ഫോക്കസ്ഡ് ആയിരുന്നു ടീച്ചർ. പഠിക്കുമായിരുന്നു. പഠിക്കാനും ശ്രദ്ധയും ഉണ്ടായിരുന്നു. മാത്രമല്ല ഒരു കുറ്റം ചൂണ്ടി കാണിച്ചു കഴിഞ്ഞാൽ അവരത് ഏറ്റെടുത്തിട്ട് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് വരുന്ന സ്ഥലങ്ങളിൽ ഇത് ഇന്ന ആൾ ശ്രദ്ധപ്പെടുത്തി പരിശോധിച്ചു, അത് പരിഹരിച്ചു എന്ന് പറയുമായിരുന്നു. ഇവിടെ ഈ വീണ ജോർജിന്റെ ഒരു പ്രശ്നം എന്തും കയറി ഡിഫെൻഡ് ചെയ്യാനായിട്ട് നീക്കുക. നമ്മളൊരു വ്യക്തിപരമായിട്ടാണെങ്കിൽ പോലും നമ്മൾ ഈ പ്രതിരോധിക്കുന്നത് എപ്പോഴാണ്? നമ്മളുടെ ഭാഗത്ത് വീഴ്ച ഉണ്ട് എന്നുള്ളത് മറച്ചു വെക്കാനുള്ള ശ്രമമാണ് പ്രാഥമികമായിട്ട് ഡിഫൻസ് അല്ലെങ്കിൽ പ്രതിരോധം എന്ന് പറയുന്നത്. മറിച്ച് ചില സംഗതികൾ, ഇപ്പൊ ഉദാഹരണത്തിന് ഈ ആരോഗ്യവകുപ്പിന്റെ ഉത്തരവാദിത്വമല്ലേ കോഴിക്കോട്ട് 4 പേരുടെ ജീവൻ പോയത് അല്ലേ? അവരുടെ പിന്നെ മറ്റുള്ള ആൾക്കാരെ സ്വകാര്യ ആശുപത്രികളിലേക്ക് ചികിത്സയ്ക്കൊണ്ട് ആരോഗ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഞാൻ വീണ ജോർജിന് രാജിവെക്കണമെന്ന് ഇപ്പം കെ മുരളീധരനൊക്കെ പറഞ്ഞ് രാജിവെക്കണമെന്ന്. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ രാജിവെക്കുകയല്ല വേണ്ടത്. ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് അത് പരിഹരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകണം. അവിടെയാണ് ഒരു മന്ത്രിയുടെയും ഒരു ഗവൺമെന്റിന്റെയും ഒരു സാന്നിധ്യവും പ്രസക്തിയും ഉണ്ടാകുന്നത്. ഇപ്പൊ ഈ അടുത്ത സമയത്ത് കേന്ദ്രത്തിൽ പോയിട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനായിട്ട് വീണ ജോർജ് പോയി എന്ന് പറഞ്ഞ ഒരു പ്രശ്നം ഉണ്ടായ ഏതാനും മാസങ്ങൾക്ക് മുമ്പ്. അന്ന് സത്യത്തിൽ പോയത് ഉദ്ദേശിച്ചതൊക്കെ കാണേണ്ടവരെയൊക്കെ അവർ കണ്ടു, പക്ഷേ വലിയൊരു ഗിമ്മിക്ക് ഉണ്ടാക്കുകയും ചെയ്തു. അപ്പം ഈ രാഷ്ട്രീയക്കാരി എന്ന നിലയിൽ താഴെത്തട്ടിൽ നിന്ന് വളർന്നു വരുന്ന ഒരു നേതാവും മറ്റൊരു ഫീൽഡിൽ നിന്ന് വന്നിട്ട് പെട്ടെന്ന് ഒരു രാഷ്ട്രീയക്കാരിയാവുകയോ മന്ത്രിയാവുകയൊക്കെ ചെയ്യുന്നവരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നാണ് അത് കാണിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും അത് രാഷ്ട്രീയക്കാരി എന്ന് പറഞ്ഞാൽ ശരിയല്ലത്. യഥാർത്ഥ രാഷ്ട്രീയമാണെങ്കിൽ അവർ ചെയ്യേണ്ട പണി വൃത്തിയായിട്ട് ചെയ്താൽ മതി, ജനം അവരെ അംഗീകരിക്കും. ഇന്നും ശൈലജ ടീച്ചർ എന്ന് പറയുമ്പോൾ ആരോഗ്യമന്ത്രി എന്നുള്ള ചിത്രം, പല ചിത്രങ്ങളാണ് ആൾക്കാരുടെ മനസ്സിൽ വരുന്നത്. അവരുടെ രാഷ്ട്രീയ നേട്ടമാണത്. അവർ യഥാർത്ഥ രാഷ്ട്രീയക്കാരിയാണ് അതിലൂടെ പുറത്തു വന്നത്. മനസ്സിലായില്ലേ? മറിച്ച് വേറൊരു ചിന്ത, എനിക്ക് ഈ പറഞ്ഞതുപോലെ മറ്റേ ഒരു ശ്രീനിവാസൻ പറയുമല്ലോ, എന്റെ ചിത്രം എന്റെ ഫുൾ ഫിഗർ ആ മാനസികാവസ്ഥയിൽ നിന്ന് ഒരു പുറത്ത് വരാൻ കിടക്കുന്നില്ല. അതുകൊണ്ടാണ് വീണ ജോർജ് സംസാരിക്കുമ്പോൾ അവരുടെ വൈകാരികത ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? അവരുടെ ആ ഒരു മന്ത്രി മാറിയിട്ട് ആ ഒരു വ്യക്തിപരമായ എന്നെ ആക്രമിച്ച ആൾക്കാരെ കീഴ്പ്പെടുത്തുമോ, അത് സഹിക്കാൻ പറ്റത്തില്ല, എനിക്ക് അവരെ ഞാൻ ഡിഫെൻഡ് ചെയ്ത് കീഴ്പ്പെടുത്തും എന്നുള്ളൊരു വൈകാരികതയാണ് അവരുടെ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ അത് വാസ്തവത്തിൽ കേരളത്തിൻ്റെ ജനങ്ങൾ ഇന്ന് പല രീതിയിൽ അത് നേരിടുകയാണ് ചെയ്യുന്നത്. അവരുടെ ഒരു ഉത്തരവാദിത്വം എന്താണെന്ന് മനസ്സിലാക്കുകയും, അതായത് ഏത് ഉത്തരവാദിത്തമുള്ള ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിലും പ്രാഥമികമായിട്ട് വേണ്ട ചുമതല എന്ന് പറയുന്നത് ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ ലോകത്തിൽ ഒരു ചെറിയ പ്രശ്നമായിക്കോട്ടെ വലിയ പ്രശ്നമായിക്കോട്ടെ പരിഹരിക്കാൻ പറ്റില്ല. ഒടുവിൽ വീണയെ പിണറായി തള്ളി എന്നൊരു സംഭവം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.